സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങി. നിയമസഹായ സമിതിയുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ച 34 കോടി രൂപ അടുത്ത ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റും. കേരളത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഒറ്റക്കെട്ടായി സമാഹരിച്ച 34 കോടി രൂപയെന്ന് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. മലയാളികളെല്ലാം മറന്ന് അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള സഹായധനം 34 കോടി രൂപ സമാഹരിച്ചതിനു പിന്നാലെ നിയമസഹായ സമിതി മറ്റ് തുടർ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇനി റഹീമിന്റെ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളിയും. അബ്ദുറഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ സൗദിയിലുള്ള വാദിഭാഗം അഭിഭാഷകരുമായി ബന്ധപ്പെട്ടു. മോചനദ്രവ്യമായ തുക സമാഹരിച്ച വിവരം അറിയിച്ചു. പെരുന്നാൾ അവധി കഴിഞ്ഞ് കോടതി തുറക്കുന്നതോടെ നിയമപരമായ നടപടികളും ആരംഭിക്കും. സൗദിയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി നിയമസഹായ സമിതി ഗൾഫ് കോർഡിനേറ്ററും KMCC സൗദി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ അഷ്റഫ് വേങ്ങാട്ടിനെ ചുമതലപ്പെടുത്തി. സമാഹരിച്ച തുക വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള പ്രാഥമിക നടപടികളും ആരംഭിച്ചു. റഹീം നാട്ടിൽ എത്തുന്നതുവരെ ഈ ട്രസ്റ്റ് നിലനിർത്താനും അതിനുശേഷം കമ്മിറ്റി കൂടി ആലോചിച്ച് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് തീരുമാനിക്കുകയും ചെയ്യുമെന്നതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ അടിസ്ഥാനപരമായ തീരുമാനം. തുക എത്രയും പെട്ടെന്ന് കൈമാറാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് ബാങ്കുമായി സംസാരിച്ച് 2 ദിവസത്തിനകം തന്നെ ഈ തുക കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതായിരിക്കും. എംബസി വഴിയാണ് പണം കൈമാറുന്നത്. അതിനിടെ അബ്ദുറഹീമിന്റെ വീട് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സന്ദർശിച്ചു. മതമുള്ളവനും മതമില്ലാത്തവനും ഒരുപോലെ കൈകോർത്തെന്നും ഈ പരസ്പര സഹകരണമാണ് കേരളത്തിന്റെ പ്രത്യേകതയെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പ്രവാസികൾ മാത്രമല്ല, എല്ലാവിധ ജനങ്ങളും, ഞാൻ പറഞ്ഞല്ലോ, മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായി സഹകരിച്ചു. അവരോടൊക്കെ നമ്മൾ നന്ദി രേഖപ്പെടുത്തണം. നിലവിൽ സമാഹരിച്ച തുക ഇന്ത്യൻ എംബസിയുടെ ഫണ്ടിലേക്ക് എത്തിച്ച് സൗദിയിലെ വാദിഭാഗത്തിന്റെ കുടുംബത്തിന് നൽകും. അതോടെ അബ്ദുറഹീമിനെ തിരികെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രത്യാശയിലാണ് കുടുംബവും നാട്ടുകാരും ഓരോ മലയാളികളുമുള്ളത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.